കുമ്പസാരം നിർത്താൻ പറയാൻ വനിതാ കമ്മീഷൻ ആരാണ്? കുമ്പസാര രഹസ്യം വെച്ച് വൈദികൻ വിശ്വാസിയെ ചൂഷണത്തിനിരയാക്കിയാൽ പരിഹാരം കുമ്പസാരമേ വേണ്ടെന്ന് വെക്കലോ ആണെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കണ്ടെത്തൽ. സ്ത്രീയെ ലൈംഗിക ചൂഷണത്തിനും പുരുഷനെ സാമ്പത്തിക ചൂഷണത്തിനും ഉപയോഗിക്കാനുള്ള ടൂളാണ് രേഖാ ശർമ്മയ്ക്ക് വിശ്വാസികൾ പാവനമായി കണക്കാക്കുന്ന കുമ്പസാരം. മോൻ എവിടെയാടി? അവൻ അപ്പുറത്തുണ്ട്, എന്താണ്ടൊക്കെ വരയ്ക്കുക. എനിക്കിപ്പോ പേടിയാവുക. എന്നതാ? അടുത്ത മാസം അല്ലേ അവന്റെ കുർബാന കൊള്ളപ്പാട്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്കങ്ങോട്ട് ശരിയാകണില്ല. മനുഷ്യനിപ്പോ തലയുയർത്തി നടക്കാനേ പറ്റണില്ല. ഈ അച്ഛന്മാരെയൊക്കെ എങ്ങനെയാ വിശ്വസിക്കാ? ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോ കുമ്പസാരം തന്നെ വേണ്ടാന്ന് തോന്നുക. എബിക്കുട്ടാ, നീ അവിടെ ഉണ്ടാ? ഇതേ മനുഷ്യ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി അധിക സമയമൊന്നും പള്ളിയിലൊന്നും പോയി ഇരുന്ന് അച്ഛന്റെ കൂട്ടൊന്നും വേണ്ട. എന്നാ പിന്നെ ഞാൻ ഇനി പള്ളിയിലേ പോകുന്നില്ല. തീർന്നില്ലേ? മോന്റെ കാര്യങ്ങൾ ഓർത്തിട്ടാ ടെൻഷൻ. നോക്കാം. ഇതെന്താണ് ജോണി? എനിക്കിപ്പോൾ സ്കൂളിൽ പോകാൻ തന്നെ പേടി തോന്നുക. എന്താണെന്ന് അറിയില്ല, എല്ലാവരും കളിയാക്കുക. ശരിയാണ്, നമ്മുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എന്തു പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നലെ അപ്പച്ചനും അമ്മച്ചി സംസാരിക്കുക, നമുക്കിങ്ങനെ വിശ്വസിച്ച് കുമ്പസാരിക്കാൻ പറ്റുമെന്ന്. പിന്നെയും കുറെ പറഞ്ഞു. നമ്മുടെ അച്ഛന്മാരെ പറ്റി ടിവിയിലും കുറെ പറയുന്നുണ്ട്. നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നോക്ക്, നമ്മളെപ്പോലുള്ളവർ തന്നെ എല്ലാവരും പച്ചയായ മനുഷ്യരും. തെറ്റുപറ്റിയെങ്കിൽ തിരുത്തുവാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്നു. ആ പേരും പറഞ്ഞിട്ട് എത്രയോ വിസ്തരായവരെ വിരൽ ചൂണ്ടുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദന. മരിയ പറയുന്നത് വളരെ ശരിയാണ്. അല്ലെങ്കിലും ഇത് തന്നെയല്ലേ കർത്താവിന് സംഭവിച്ചത്? എന്താ ബിക്കുട്ടെ ഇങ്ങനെ നോക്കുന്നേ? അല്ല ചേട്ടാ, ഇവരൊക്കെ പറഞ്ഞ സത്യമാണോ? അടുത്ത മാസം എന്റെ ആദ്യ കുമ്പസാരമാ. ഞാൻ പറഞ്ഞ അച്ഛൻ പ്രസംഗത്തിൽ പറയുമോ? ക്രൂശിതാനിൻ തിരുമുഖമെൻ നെഞ്ചിൽ പതിയുന്നു, നീണമണിഞ്ഞ് കാലിടറി വീണു പോകുന്നു. ക്രൂശിതാനിൻ തിരുമുഖമെൻ നെഞ്ചിൽ പതിയുന്നു, നീണമണിഞ്ഞ് കാലിടറി വീണു പോകുന്നു. സ്നേഹചുംബനമേറ്റുവാങ്ങി നിന്നിലേകുന്നു, മനം നീറി ക്രൂശുമായി നീ കാൽക്കലണയുന്നു. ക്രൂശിതാനിൻ തിരുമുഖമെൻ നെഞ്ചിൽ പതിയുന്നു,
ഒരു വൈദികനായി താങ്കൾക്ക് ഇതെങ്ങനെ സാധിച്ചു? നാണമില്ലല്ലോ മനുഷ്യ, തെളിവുകളെല്ലാം തനിക്കെതിരാണ്. എന്താടോ നാവിറങ്ങിപ്പോയോ? ആ തിരുനാവ് തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയും, ഞാനൊന്ന് കേൾക്കട്ടെ. ഞാനാണത് ചെയ്തത്. അച്ചു, എനിക്ക് ജീവിക്കണോ അച്ചു? കുംഭസാരം, മണ്ണാങ്കട്ട, ജീവിതം ഒന്നേയുള്ളൂ, വെറുതെ പാഴാക്കി കളയണോ? സത്യം തുറന്നു പറയും, അല്ലെങ്കിലും താനൊക്കെ എങ്ങനെയാ? ക്രിസ്തുവിൻ്റെ പേരിൽ മരിക്കാനാ വിധി. ഇനി പോയി ജയിലിൽ കിടക്ക്, വേറെ മാർഗമൊന്നുമില്ലടോ. എൻ്റെ ചങ്കിടിപ്പാണ് ക്രിസ്തു. കുംഭസാര രഹസ്യം ദൈവിക രഹസ്യമാണ്. അതിനുവേണ്ടിയുള്ള മൗനം മരണം സമ്മാനിച്ചാലും സന്തോഷമേ ഉള്ളൂ. കൽ തുറങ്ക് അതിനൊരു തടസ്സമാവില്ല. എബി, കുംഭസാരം അത് രഹസ്യാടാ, ദൈവിക രഹസ്യം. ഇത് തിരുസഭാ ചരിത്രമാണ്. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെണീറ്റ ക്രിസ്തുവിൻ്റെ ചരിത്രം. കല്ലെറിഞ്ഞാലും കാർക്കിച്ചു തുപ്പിയാലും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. എന്നെപ്പോലെ അനേകായിരം വൈദികർ ക്രിസ്തുവിന് വേണ്ടി കുംഭസാരം കേൾക്കുകയും ജീവിതം സമർപ്പിക്കുകയും ചെയ്യും. ഒരു തിരുനാളമായി എരിയാൻ, ഒടുക്കം വരെ പ്രകാശം മാത്രം പകരാൻ നിങ്ങൾ എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.